ദൈവത്തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലം ഞാൻ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഉന്നതനായി, അപ്പോൾ തന്നെ വിശ്വസ്തതയുള്ളവനായി, അപ്പോൾ തന്നെ താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നവനായി സ്തോത്രം, അപ്പോൾ തന്നെ നമ്മോട് കരുണയുള്ളവനായി സ്തോത്രം. അങ്ങനെ വർണ്ണിച്ചാൽ തീരുമോ സ്തോത്രം. ഈ വിധമായി നമ്മളെ നടത്തി ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ അവിടുന്ന് കാണിച്ച മഹാകൃപയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. എന്നോടുകൂടെ അതേ ഫീലിങ്സ് അനുഭവിക്കുന്നവർ സ്തോത്രം കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. 102-ാമത്തെ സങ്കീർത്തനം തലക്കെട്ട് എഴുതിയിരിക്കുകയാണ് അരിഷ്ടന്റെ പ്രാർത്ഥന. അവൻ ക്ഷീണിച്ച് യഹോവയുടെ മുമ്പാകെ തൻ്റെ സങ്കടത്തെ പകരുമ്പോൾ കഴിച്ചത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചത് എന്ന് നമ്മൾ കാണുന്നു. ഒരു അരിഷ്ടന്റെ പ്രാർത്ഥന. അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇംഗ്ലീഷിൽ അതിന് അഫ്ലിക്റ്റഡ് എന്നാണ് പറയുന്നത്. ആ വാക്കിനെ കുറിച്ച് നമ്മൾ ഒന്നും കൂടെ ആഴമായി പഠിക്കുമ്പോൾ ഒന്നുമല്ലെങ്കിൽ രോഗങ്ങളാൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളാൽ ബാധിതനായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കുന്ന പദമാണ് അരിഷ്ടൻ എന്നുള്ളത്. സ്തോത്രം. ബാധിതനായവൻ. സ്തോത്രം. ജീവിതത്തിൽ പല വിഷയങ്ങളും നമ്മെ ബാധിക്കുമ്പോൾ ഈ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും സങ്കടങ്ങൾ പൊങ്ങി വരാറുണ്ട്. സ്തോത്രം. ആ സങ്കടത്തിന്റെ മധ്യത്തിൽ നാം അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് 102-ാമത്തെ സങ്കീർത്തനം. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുകയാണ് അരിഷ്ടന്റെ പ്രാർത്ഥന. അവൻ ക്ഷീണിച്ച് യഹോവയുടെ മുമ്പാകെ തൻ്റെ സങ്കടങ്ങളെ പകരുമ്പോൾ, അറിയിക്കുമ്പോൾ കഴിച്ചത്. പ്രിയമുള്ളവരെ, നാം ബാധിക്കപ്പെടുന്ന, നാം അരിഷ്ടരാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അരിഷ്ടത, അഫ്ലിക്റ്റഡ് ആകുന്ന അനുഭവങ്ങളിൽ സ്തോത്രം നാം ചെയ്യേണ്ടുന്നത് എന്താണ്? നമ്മളുടെ ക്ഷീണങ്ങളെയും നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ വേദനകളെയും നമ്മുടെ കർത്താവിനോടൊന്ന് പകരുന്ന, അവനോട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഞാനും നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് ഇടയായി തീരണം. പലപ്പോഴും അതിന് പകരം നമ്മൾ നിരാശരായി, ദുഃഖിതരായി, ജീവിതത്തിൽ പ്രത്യാശയറ്റവരായി, ലോകക്കാരെക്കാളും താഴ്ന്ന നിലയിൽ സ്തോത്രം പലപ്പോഴും നമ്മളെ തന്നെ ബാധിക്കുന്ന അളവിൽ മനം തകർന്നവരായി തീരുന്നു എന്നുള്ളത് ഒരു സത്യമല്ലേ? ഇന്ന് പകൽക്കാലം എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുകയാണ്. നിങ്ങളുടെ അരിഷ്ടതകളുടെ മധ്യത്തിൽ സ്വയം സ്തോത്രം സ്വയമായി നമ്മളെ തന്നെ നശിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അതിന് പകരം നമ്മുടെ ആവലാദികളെ ദൈവത്തോട് പറയാൻ തക്കവണ്ണം നമ്മൾ പൂർണ്ണമായും പ്രാർത്ഥിക്കുന്നവരായി തീരണം. സ്തോത്രം. ഏകദേശം 11-ാമത്തെ വാക്യം വരെ നാം നോക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളെ ദൈവത്തോട് സവിസ്തരം വിസ്തരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ ദൈവത്തോട് വിസ്തരിക്കുന്നതിൽ സ്തോത്രം അല്ലെങ്കിൽ അതിനെ വിവരിച്ചു പറയുന്നതിന് മടിയുള്ളവരാ. സ്തോത്രം. അതിനല്പം വിപരീതമായി ഈ സങ്കീർത്തനക്കാരൻ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവിന് നമ്മുടെ പ്രശ്നങ്ങൾ അറിയാമല്ലോ, ഞാൻ കടന്നു പോകുന്ന അവസ്ഥകൾ, സാഹചര്യങ്ങൾ, എൻ്റെ പശ്ചാത്തലങ്ങൾ എൻ്റെ കർത്താവിന് അറിയാമല്ലോ, അതുകൊണ്ട് കർത്താവേ അങ്ങ് സകലവും അറിയുന്നു, എന്നെ വിടുവിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ ഞാൻ ആ പ്രാർത്ഥനയെ തെറ്റായിട്ടൊന്നും കാണുന്നില്ല. എന്നാൽ നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വിവരിക്കുന്നത് ഒരു മകന് അപ്പനോടുള്ള അടുപ്പത്തിൻ്റെ പ്രത്യേകതയാണ്. സ്തോത്രം. മുമ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഈ ദിവസങ്ങളിൽ ജോലി വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കിന് ഉടനെ പറയും, ഇന്ന പോലെ ടീച്ചർ ഇന്നത് പറഞ്ഞു, ഇന്നത് ചെയ്തു, ഇന്നത് പഠിപ്പിച്ചു. എന്തുകൊണ്ടാ? സ്തോത്രം. അവൻ്റെ അപ്പനോടുള്ള ആ ഒരു മധുര സമ്പർക്കമാ. സ്തോത്രം. അതേസമയം ചില സമയങ്ങളിൽ അവൻ വല്ലാതെ ഒച്ചയെടുത്ത് കരയും. എന്താണെന്ന് ചോദിച്ചാൽ പറയല, നമ്മൾ ആരാഞ്ഞ് കണ്ടെത്തണം. സ്തോത്രം. ഒരു മനുഷ്യനായിരിക്കുന്ന പിതാവ് എന്നുള്ള നിലയിൽ ചില സമയങ്ങളിൽ എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. സ്തോത്രം. പക്ഷേ സർവവും അറിയുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിൽ അവൻ സകലവും അറിയുന്നു എന്നുള്ളതും
ഞാൻ നിരസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സകലവും അറിയുന്നു എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥന തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു അപ്പനും മകനുമായിട്ടുള്ള ബന്ധമുള്ളപ്പോൾ നാം അവയെ വിവരിച്ച് പറയുന്നത് ഉചിതമാണ് എന്ന് ഞാൻ പറയുകയാണ്. സ്തോത്രം. ദൈവത്തിന് ബോറടിക്കൊന്നുമില്ല. ദൈവം അത് റോങ് ആയിട്ട് കരുതത്തുമില്ല. സ്തോത്രം. മറിച്ച് സ്തോത്രം, തൻ്റെ ഹൃദയത്തെ നമ്മോട് പകരുന്ന ഒരു പിതാവിൻ്റെ സ്നേഹത്തെ നമുക്കും അങ്ങനെയുള്ള മധുര സംഭാഷണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും കഴിയും. എത്ര പേർ സ്തോത്രം അത്തരം മധുര സംഭാഷണങ്ങൾ സ്വന്തം പിതാവിനോട് ചെയ്യുന്നുണ്ട്? സ്തോത്രം. ദൈവത്തോട് സംഭാഷിക്കുന്നവരായി തീരുവാൻ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. പറഞ്ഞു വന്നത്, ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ വിവരിച്ചു പറയുന്ന ഒരു ശീലം ഒരു ദൈവ പൈതലിന് നല്ലതാണ്. അത് നമ്മുടെ ബന്ധത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. സ്തോത്രം. ഇങ്ങനെ തൻ്റെ അരിഷ്ടതയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഈ ഭക്തന്റെ ജീവിതത്തിൽ അവൻ തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ ഒരു മഹത്വമാണ് 12-ാമത്തെ വാക്യം മുതൽ നാം കാണുന്നത്. സ്തോത്രം. അതാ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. 12-ാമത്തെ വാക്യം മുതൽ ഒന്ന് ഓടി വായിക്കാം. അവിടെ പറയുകയാണ്, യഹോവേ നീ എന്നേക്കും ഉള്ളവൻ, അല്ലെങ്കിൽ നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. സ്തോത്രം. സങ്കീർത്തനക്കാരൻ തൻ്റെ വേദനകൾ, തൻ്റെ സങ്കടങ്ങൾ, തൻ്റെ ആവലാദികൾ ദൈവത്തോട് പറയുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ പൊങ്ങി വരുന്ന ഒരു ധൈര്യമാണ്, കർത്താവേ അങ്ങ് എന്നേക്കും ഉള്ളവൻ. ഹല്ലേലൂയ. സ്തോത്രം. അത് തിരിച്ചറിയുമ്പോൾ നാം തിരിച്ചറിയുന്ന മറ്റൊരു ഭാഗം എന്താണെന്നറിയാമോ? എൻ്റെ അരിഷ്ടത വളരെ ഹ്രസ്വമായവയാണ്, വളരെ ഷോർട്ടായിട്ടുള്ളവയാണ്. നീയാണ് എന്നേക്കുമുള്ളവൻ. സ്തോത്രം. നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിന്റെ നിലനിൽപ്പിനെയും ദൈവത്തിന്റെ നിത്യതയും ദൈവത്തിന്റെ സർവ്വ അധികാരത്തെയും വെച്ചൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ, ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ എനിക്കും നിങ്ങൾക്ക് മനസ്സിലാകും, കർത്താവേ എൻ്റെ പ്രശ്നങ്ങൾ വളരെ ഹ്രസ്വമാണ്, അങ്ങാണ് എന്നേക്കും നിലനിൽക്കുന്നവൻ. സ്തോത്രം. എന്നിട്ട് പറയാ, നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. എൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, എൻ്റെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിലും അവിടുത്തെ നാമം നിലനിന്ന നാമമാണ്. എൻ്റെ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല കഷ്ടതകളുള്ളത്, എൻ്റെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർ കഷ്ടതകളിലൂടെ കടന്നുപോയി, അവർ തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ അവയിൽ നിന്നെല്ലാം വിടുവിച്ച് ഞങ്ങളെ ഒരു രാജ്യമാക്കി തീർത്ത്, ഞങ്ങളെ ഒരു ദേശമാക്കി തീർത്ത്, ഞങ്ങളുടെ അലച്ചിലുകൾക്ക് ഒരു അന്ത്യം വരുത്തി. സ്തോത്രം. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളെ പാർക്കുമാറാക്കിയ കർത്താവ് അങ്ങല്ലേ. സ്തോത്രം. കഴിഞ്ഞ തലമുറകളിൽ അങ്ങ് അനന്യനായി വിശ്വസ്തനായി കൂടെ ഇരുന്നില്ലേ? കഴിഞ്ഞ തലമുറയുടെ കഷ്ടതകളെ അങ്ങ് മാറ്റിക്കൊടുത്തില്ലേ? സ്തോത്രം. കഴിഞ്ഞ തലമുറയിൽ അവരുടെ ആവശ്യങ്ങളെ അങ്ങ് നിറവേറ്റി കൊടുത്തില്ലേ? ദൈവമേ, എൻ്റെ ഈ തലമുറയിലും അങ്ങ് അതിന് മതിയായവനാണ്. സ്തോത്രം. ഇനി അവിടെ കൊണ്ടും തീരുന്നില്ല പ്രിയമുള്ളവരെ, അടുത്ത തലമുറ എടുക്കണം. നമ്മൾ പലപ്പോഴും ഭാരപ്പെടുന്നത് നമ്മുടെ തലമുറയെ കുറിച്ച് ഓർത്തല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള എൻ്റെ തലമുറയെ കുറിച്ച് ഓർത്താം. സ്തോത്രം. എൻ്റെ തലമുറ എങ്ങനെയായിത്തീരും? ഇന്നത്തെ എൻ്റെ സംഗ്രഹണം, അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് നിലയിൽ ആയിരിക്കും എന്നുള്ളതിന് വേണ്ടിയാ. കാഴ്ചപ്പാടുകളുള്ളവർ അതിനുവേണ്ടി വേണ്ട ക്രമീകരണങ്ങൾ ഇപ്പോഴേ ചെയ്തുകൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ ദർശനത്തിൽ നോക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാ, കർത്താവേ അവിടുന്ന് തലമുറ തലമുറയായിട്ടിരിക്കുന്നു. എൻ്റെ തലമുറയിൽ എന്നെ സംരക്ഷിക്കാൻ മാത്രമല്ല, എൻ്റെ അടുത്ത തലമുറയെ കുറിച്ചുള്ള എൻ്റെ ഭാരം നീങ്ങി. സ്തോത്രം. എൻ്റെ അടുത്ത തലമുറയിലും അങ്ങ് അനന്യനായതുകൊണ്ട് അവർ സംരക്ഷിക്കപ്പെടുവാൻ അങ്ങ് മതിയായവനാണെന്നുള്ളൊരു ധൈര്യം പ്രാപിക്കുന്ന ഒരു സങ്കീർത്തനക്കാരനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. വിവരിച്ച് ദൈവസന്നിധിയിൽ വിഷയങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ദൈവം പകരുന്ന ഒരു ധൈര്യമായത്. സ്തോത്രം. നമ്മുടെ കടമയ്ക്ക് വേണ്ടിയുള്ള ഹ്രസ്വമായ കാണാപ്പാടം പഠിച്ചു വച്ചിരിക്കുന്ന പ്രാർത്ഥനകളിൽ ഈ നാളുകളിൽ ഒരു മാറ്റമുണ്ടാകട്ടെ. മറിച്ച് അപ്പനോട് ഹൃദയംഗമമായി സംസാരിക്കുന്ന പ്രാർത്ഥനകളായി നമ്മുടെ പ്രാർത്ഥനകൾ രൂപാന്തരപ്പെടുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം എത്ര ശ്രേഷ്ഠമാണെന്ന്, അവൻ തലമുറ തലമുറയായി എത്ര മഹത്വമുള്ളവനാണെന്ന് നമുക്ക് വെളിപ്പെട്ടു വരുവാനായിട്ടിടയായിത്തീരും. അതാ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം. സ്തോത്രം. ഹല്ലേലൂയ. നീയോ യഹോവേ
എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. അടുത്ത വാക്യം പറയുകയാണ്, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്. സിയോനോട് കരുണ കാണിക്കും. സിയോൻ എന്തുവാ? സ്തോത്രം, മഹാരാജാവിന്റെ നഗരം എന്നാ പറയുന്ന സിയോനെ കുറിച്ച്. മറ്റൊരു ഭാഗത്ത് പറയുമ്പോൾ പറയാ വിശുദ്ധ നഗരമായിരിക്കുന്ന സിയോൻ എന്ന് പറയുക. അടുത്തൊരു ഭാഗത്ത് പറയാ സങ്കേത നഗരമായിരിക്കുന്ന സിയോൻ എന്ന് പറയുക. സ്തോത്രം, ദാവീദിന്റെ നഗരമെന്ന് സിയോനെ കുറിച്ച് പറയുന്നുണ്ട്. യഹോവയുടെ നഗരം എന്ന് പറയുന്ന സ്തോത്രം ഒരു പട്ടണം ആണ് സിയോൻ. സ്തോത്രം, ചരിത്രകാരന്മാർ ഈ സിയോനെയും യെരുശലേമിനെയും ഒരേ സിറ്റിയാണെന്നാണ് പറഞ്ഞു വരുന്നത്. സ്തോത്രം, പല വാക്കുകളിൽ അല്ലെങ്കിൽ പല നാമങ്ങളിൽ അതിനെ വിളിക്കുന്നെങ്കിലും യെരുശലേം മുഴുവൻ സിയോനായി കണക്കാക്കുന്നുവെന്ന് സ്തോത്രം ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഈ സിയോൻ എന്തുവാ? സ്തോത്രം, നമ്മുടെ സങ്കേത നഗരമാ സിയോൻ, നമ്മുടെ ആലയമാ സിയോൻ. സ്തോത്രം, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഇടമാണ്, ദൈവത്തിൻ്റെ രാജത്വത്തിൻ്റെ കീഴിൽ നിലനിൽക്കുന്ന ഇടമാണ് സിയോൻ. അവൻ്റെ സ്വന്തം നഗരമാണ് സിയോൻ. സ്തോത്രം. അപ്പോൾ സിയോനെ പണിയുന്നു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നാം തിരിച്ചറിയണം, നമ്മുടെ ഓരോരുത്തരെയും അരിഷ്ടതയെ കടാക്ഷിച്ച് നമ്മെ പണിയുവാൻ എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് ഈ സങ്കീർത്തനം നമുക്ക് ഉറപ്പു തരികയാണ്. സ്തോത്രം, നമ്മുടെ അരിഷ്ടതയെ കടാക്ഷിച്ച്, നമ്മുടെ സങ്കടത്തെ കടാക്ഷിച്ച്, സ്തോത്രം, നമ്മെ ഉള്ളതുപോലെ അറിഞ്ഞ് നമ്മുടെ വേദനകളിൽ നമ്മെ പണിയുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു നല്ല രാജാവ് നമുക്കുണ്ട്. യഹോവ എന്നത്രേ അവൻ്റെ നാമം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ വിശദമായി പകരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അടുത്ത ഉറപ്പാണ്, എന്നെ പണിയുവാൻ എനിക്ക് എഴുന്നേൽക്കുന്ന. സ്തോത്രം, എന്നെ റീബിൽഡ് ചെയ്യുവാൻ, വീണ്ടും ഒന്ന് പണിതുയർത്തുവാൻ എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. തകർച്ചയെ കുറിച്ചൊക്കെ അടുത്ത വാക്യം ചിന്തിക്കുമ്പോൾ പറയാം. സ്തോത്രം, നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു പണിയിലൊന്നും അല്ല അത്. സ്തോത്രം, തകർന്നു കിടക്കുന്ന അനുഭവത്തിൽ നിന്നാണ് പണിതുകൊണ്ട് വരുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. എന്നിട്ട് പറയാം, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം. ഒന്ന് വായിച്ചേ, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം. ഇതാ അവളോട് കൃപ കാണിപ്പാനുള്ള കാലം വന്നിരിക്കുന്നു, സമയം വന്നിരിക്കുന്നു. എത്ര പേരിന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയും, കർത്താവേ, അങ്ങനെ പണിതെടുക്കുന്ന കാലം വന്നിരിക്കുന്നു, അങ്ങനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസം വന്നിരിക്കുന്നു. സ്തോത്രം, അങ്ങനെക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന നാളുകൾ ഇതാ വന്നിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നവൻ, സ്തോത്രം, വരുന്ന ഏതോ കാലത്ത് എഴുന്നേൽക്കാൻ വേണ്ടി ഇരിക്കുന്നവനല്ല. ഇതാ അവൻ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന കാലം വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, ഇന്ന് പകൽക്കാലം എനിക്കും വേണ്ടി നിങ്ങൾക്കും വേണ്ടി എഴുന്നേൽക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന കാലം വന്നിരിക്കുകയാണ്. സ്തോത്രം. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് കരുണ തോന്നും, താല്പര്യം തോന്നും. സ്തോത്രം, അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. സ്തോത്രം, തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്ന ഒരു വാക്യമായത്. സ്തോത്രം, എത്രമാത്രം ഉണ്ടെന്നറിയാവോ തകർച്ച? കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ ഇതെല്ലാം തകർന്നു പോകുന്ന ഒരു നാളെന്ന്. എന്ന് പറഞ്ഞതുപോലെ കല്ലുകൾ അത് ചേർത്ത് കെട്ടപ്പെടുമ്പോഴാ ഒരു ബിൽഡിംഗ് ഉണ്ടാകുന്നത്. നമ്മൾ തകർന്ന ബിൽഡിങ്ങുകൾ പലത് കണ്ടിട്ടില്ലേ? ചിലത് കാറ്റ് വന്നു കഴിയുമ്പോൾ മേൽക്കൂര മാത്രം പോകും, ബിൽഡിങ് അല്ലെങ്കിൽ സ്ട്രക്ചർ അവിടെ തന്നെ ഉണ്ടാകും. സ്തോത്രം, ചില ബിൽഡിങ്ങുകൾ സ്തോത്രം തകർന്ന് കല്ലുകളെല്ലാം ചിതറിക്കിടക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിതറിക്കിടക്കുന്ന കല്ലുകൾ. സ്തോത്രം, അങ്ങനെ ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയത്തില്ലാത്ത അനുഭവത്തിൽ
ഇപ്പൊ ചെല്ലുന്നവൻ അവിടെ കുറെ കല്ലും കൽക്കൂട്ടവും മാത്രമേ കാണാനുള്ളൂ. സ്തോത്രം. അങ്ങനെ തകർന്നതാണെങ്കിലും ആ കല്ലുകളോട് അലിവ് തോന്നുന്ന അളവിൽ സ്തോത്രം കർത്താവ് തൻ്റെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കുമെന്ന് സ്തോത്രം സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ധൈര്യമാണ്. ദൈവകുഞ്ഞുങ്ങളെ, കണ്ടാൽ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നെന്ന് തോന്നത്തില്ലെങ്കിൽ പോലും, അത്രമാത്രം അതിൻ്റെ തകർച്ച വലുതായിരുന്നെങ്കിൽ പോലും, ആ കല്ലുകളോട് അലിവ് തോന്നത്തക്കവണ്ണം ആ കല്ലുകളെ പണിതെടുത്ത് സ്തോത്രം ഒരു ബിൽഡിംഗ് ആക്കി തീർക്കത്തക്കവണ്ണം എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിപ്പാനായിട്ട് കഴിയും? അടുത്ത് പറയുകയാണ്, സ്തോത്രം അവളുടെ പൂഴിയോട് അലിവ് തോന്നുന്നെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ തകർച്ച വലുതാണെന്ന് പറയാൻ കാരണം, സ്തോത്രം കട്ട പിടിച്ച സിമെന്റുകളോ അല്ലെങ്കിൽ കട്ട പിടിച്ച മണ്ണോ അല്ല, ആ മണ്ണ് തകർന്ന് പൊടിയായി കിടക്കുവാണെന്ന്. സ്തോത്രം. പൊടി പോലെ. അതാ പറഞ്ഞ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നെന്ന് തോന്നത്തില്ല, പക്ഷെ അതൊരു ബിൽഡിംഗ് ആയിരുന്നു. സ്തോത്രം. നാമാവശേഷമായി പോയ അനുഭവങ്ങൾ, അവിടെ നിന്ന് നമുക്ക് വേണ്ടി പണിയുവാൻ എഴുന്നേൽക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് ഓർത്ത് ദൈവത്തെ ഇന്ന് പകൽക്കാലം സ്തുതിക്കാം. അവൻ പറയുകയാണ്, അവൻ സിയോനെ പണിയും, തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. അടുത്തത് സ്തോത്രം, അവൻ നമ്മെ പണിതുയർത്തുമ്പോൾ സ്തോത്രം അവൻ്റെ മഹത്വം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നഗരമായ എന്നെയും നിങ്ങളെയും പണിതുയർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്ന മേഖല ഇവിടെയാണ്. സ്തോത്രം. നാമാവശേഷമായതിനെ ദൈവം പണിതെടുക്കുമ്പോൾ അവിടെ നമ്മുടെ മഹത്വവും നമ്മുടെ ഉയർച്ചയുടെ മഹത്വവും വസിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം പണിതുയർത്തുന്നതിനകത്ത് ദൈവത്തിന്റെ മഹത്വം വസിക്കണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ഇന്ന് പകൽക്കാലം നമുക്ക് സമർപ്പിക്കുവാൻ സാധിക്കുമോ? കർത്താവേ, ഞാനും എന്നെ പണിതെടുത്തിരിക്കുന്ന സകലവും അതിനകത്ത് ദൈവത്തിന്റെ മഹത്വം നിറയുവാൻ ഇടയായി തീരട്ടെ. സ്തോത്രം. എൻ്റെ ഭവനം ദൈവം പണിതുയർത്തുന്നതല്ലേ? നമ്മുടെ വീടുകൾ, സ്ട്രക്ചറലായിട്ടുള്ള വീടുകൾ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബിൽഡിംഗ് എന്നുള്ള വീടുകളെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ മഹത്വം വസിക്കുവാൻ ആഗ്രഹിക്കുന്നവയല്ലേ? സ്തോത്രം. നമ്മുടെ സ്ഥാപനങ്ങൾ, നാം ജോലി ചെയ്യുന്ന ഇടങ്ങൾ, ദൈവത്തിന്റെ മഹത്വം നാം മുഖാന്തരം വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ലേ? സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവം പണിതുയർത്തുന്നവയല്ലേ? സ്തോത്രം. അവരിൽ ദൈവമഹത്വം വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം ആഗ്രഹിക്കുന്നുണ്ടോ? സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വസിക്കുവാൻ നാം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നാം അഗതികളുടെ സ്തോത്രം നമ്മൾ മുഖാന്തരം നാം അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം അഗതികളുടെ പ്രാർത്ഥനകളെ കടാക്ഷിക്കും. സ്തോത്രം. ഒരു വിശുദ്ധ നഗരം ഉയർന്നു വരുമ്പോൾ, ശ്രദ്ധിക്കണമേ, സ്തോത്രം, ഒരു വിശുദ്ധ നഗരം ഉയർന്നു വരുമ്പോൾ, ദൈവത്തിന്റെ മഹത്വം വസിക്കുന്ന ഒരാലയം ഉയർന്നു വരുമ്പോൾ, സ്തോത്രം, അവിടെ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നുവെന്ന് ദൈവവചനം പറയുന്ന ആരാണെന്നറിയാമോ? കാശുള്ളവനല്ല. സ്തോത്രം. അത് ഈ ലോകത്തിന്റെ കാശ് വെച്ചല്ല ഞാൻ പറയുന്നത്. തൻ്റെ പ്രൗഢിയിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ തൻ്റെതായിരിക്കുന്ന മഹത്വത്തിൽ നിലനിൽക്കുന്നവനെ കുറിച്ചും എല്ലാത്തിലും സന്തോഷമുള്ളവനെ കുറിച്ചും അല്ല പറയുന്നത്. മറിച്ച് ദൈവത്തിന്റെ വചനം എല്ലായിടങ്ങളിലും, സ്തോത്രം, കർത്താവ് പ്രവർത്തനം ആരംഭിക്കുന്നത് എന്തു പറഞ്ഞുകൊണ്ടാ? ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ. സ്തോത്രം. എടുത്തൊന്ന് വായിച്ചേ, തപ്പിത്തടയാതെ. ലൂക്കോസ് 4:22 22 ഞാൻ ഓർക്കുന്നു. അല്ല, 18. കണ്ടോ? സഭ ഉയരുമ്പോൾ, സഭയുടെ ഉയർച്ച കൊണ്ട്, വിശുദ്ധ നഗരത്തിന്റെ ഉയർച്ച കൊണ്ട് ആനന്ദിക്കുന്നത് ആരൊക്കെയാണെന്നറിയാമോ? 1, ദരിദ്രന്മാർ. 2, ബദ്ധന്മാർ. സ്തോത്രം. ബന്ധനങ്ങൾ പലവാ. ബദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടവർ. ബന്ധനങ്ങൾ പലതാ. നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ ബന്ധനങ്ങൾ എന്ന് പറയുന്നത്
പിശാച് പിടിച്ചതിനെ മാത്രമാണ് നമ്മൾ ബന്ധനം എന്ന് പറയുന്നത്. പിശാച് പിടിച്ചത് മാത്രമൊന്നുമല്ല ബന്ധനം. അന്നത്തെ കാലത്തൊക്കെ ഗ്രേക്കോ റോമൻ കാലഘട്ടം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, റോമൻ ആ അധികാരം, ഗ്രീക്കിന്റെ അധികാരം നടക്കുന്ന സമയമാണ്. അടിമകളുടേതായിരിക്കുന്ന ബന്ധനം അതിഘോരമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. അവരുടെ ജീവിതം തകർന്നടിഞ്ഞ, പ്രത്യാശയില്ലാത്ത, അവർക്ക് ആകെപ്പാടെ പ്രത്യാശയുള്ളത് ഈ യജമാനന്റെ പണിയും മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ലോകമില്ല. കുഞ്ഞുങ്ങളുണ്ടായാലോ, നമ്മൾ പറയുന്ന തലമുറയെ കുറിച്ച് ഇന്ന് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ കഷ്ടതയിലാണെങ്കിൽ നാളെ നമ്മുടെ ആഗ്രഹം എന്തുവാ? കുഞ്ഞുങ്ങൾ വളർന്ന് നല്ലൊരു സ്ഥലത്തെത്തി നമുക്കൊരു ഉദാഹരണം ഉണ്ടാകുമെന്ന. അവർക്ക് കുഞ്ഞുങ്ങളെ കുറിച്ചും പ്രത്യാശയില്ല. കാരണം അവരുടെ കുഞ്ഞുങ്ങളുണ്ടായാൽ അവർ ഡോക്ടറല്ല ആകുന്നത്, അവൻ അടിമ തന്നെയാ. സ്തോത്രം. ബദ്ധന്മാർക്ക് വിടുതൽ എന്ന് പറയുമ്പോൾ, സ്തോത്രം, പിശാച് പിടിച്ചവർ മാത്രമല്ല, അന്നത്തെ ബദ്ധരായിരിക്കുന്ന സമസ്ത ജനത്തിനും വിടുതലായി തീരുവാൻ. സ്തോത്രം. അടുത്തത്, കുരുടന്മാർക്ക് കാഴ്ചയും. സ്തോത്രം. പീഡിതന്മാരെ വിടുവിക്കുകയും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, വിശുദ്ധ നഗരം ഉയരുമ്പോൾ കണ്ടോ, സന്തോഷിക്കേണ്ടത് ഈ രീതിയിലൂടെ കടന്നു പോകുന്നവരാ. നമ്മളൊന്ന് ശരിക്ക് ചിന്തിക്കണം. ഇത്തരം പീഡിതന്മാർ, ഇത്തരം ബന്ധിതന്മാർ, ഇത്തരത്തിൽ ജീവിതത്തിൽ നിരാശ താഴെ തട്ടിൽ കിടക്കുന്നവർക്ക് സഭയ്ക്ക് ആശ്വാസമായി തീരാൻ കഴിയുന്നുണ്ടോ? അതോ പരീശ, യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ചിന്തിക്കണം. സ്തോത്രം. പരീശന്മാരും ശാസ്ത്രിമാരും, അവരെക്കുറിച്ച് പറയുകയാണ്, സാധാരണക്കാരും സാധുക്കളുമായ ജനങ്ങൾ, അവർ ആലയത്തിലോട്ട് കൊടുക്കുന്നതും യാഗം കഴിക്കുന്നതും, സ്തോത്രം, അവർ കൊടുക്കുന്ന ദശാംശങ്ങളും ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി, സ്തോത്രം, കൊടുക്കാത്തതിനെ പിടിച്ച് ഞെരുക്കുന്ന അനുഭവങ്ങൾ ആലയം കച്ചവട ഇടമാക്കിയിടത്തു നിന്നുകൊണ്ടാണ് കർത്താവ് ഇതൊക്കെ പ്രസംഗിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആലയം വിടുതലിൻ്റെ സ്ഥലമായിരിക്കണം. എൻ്റെ ആലയം പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹ എന്നാ പറയുന്നത്, ഗൂഢമായ, സ്തോത്രം, ആക്കി തീർത്തിരിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ നഗരം ദൈവത്താൽ പണിയപ്പെടുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനായിട്ടിടയായി തീരണം. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ഇടങ്ങളിൽ അഗതികൾ സന്തോഷിക്കുവാൻ ഇടയായി തീരണം. സ്തോത്രം. സകല ജാതികളും കടന്നു വരും. സ്തോത്രം. അതാ അടുത്ത കാഴ്ചപ്പാട്. സകല ജാതികളും കടന്നു വരും. തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ, ഇനി സമയമില്ല, ഞാൻ വേഗം പോകുക, രാജ്യങ്ങൾ കടന്നു വരുവാനായിട്ടിടയായി തീരും. അതുകൊണ്ട് സഭ വളരുമ്പോൾ, നാം ഒരു വിശുദ്ധ നഗരമായി പണിയപ്പെടുമ്പോൾ, ഉയരപ്പെടുമ്പോൾ, നാം മൂലം ദൈവത്തിന്റെ മഹത്വം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തണം. നാം അവരുടെ പീഡിതരായി തീരുകയല്ല, അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നവരായി തീരുകയല്ല, പീഡിതന്മാർക്ക് വിടുതലായി തീരുന്നവരായി തീരണം ഞാനും നിങ്ങളും. സ്തോത്രം. ഇത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും മേഖലകളിലൊക്കെ നമ്മൾ പീഡിപ്പിക്കുന്നവരായി തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് ക്ഷമയോദിക്കണം. സ്തോത്രം. പീഡിതന്മാർക്ക് വിടുതലായി തീരുന്നതിൽ ഞാനും നിങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് ക്ഷമയോദിക്കണം. കർത്താവേ, പീഡിതന്മാരെ വിടുവിക്കുവാൻ, ദരിദ്രന്മാർക്ക് കൈത്താങ്ങലായി നിൽക്കുവാൻ, അഗതികൾക്ക്, സ്തോത്രം, ഒരു രക്ഷാകേന്ദ്രമായി പ്രവർത്തിപ്പാൻ എന്നെ ഇന്ന് പകൽക്കാലം സമർപ്പിക്കുന്നെന്ന് എത്ര പേര് പറയും? സ്തോത്രം. തുടർന്ന് താഴോട്ട് പോകുമ്പോൾ പറയുക, 27 അവസാനത്തെ 2 വാക്യത്തിലേക്ക് ഓടി വരിക. 27 പറയുകയാണ്, ഇങ്ങനെയുള്ള യഹോവ അനന്യനായ ദൈവമാണ്, നീയോ അനന്യനാകുന്നു. അതിന്റെ തൊട്ടു മുമ്പത്തെ വാക്യം വായിക്കാതെ അത് പറയാൻ വയ്യ. സ്തോത്രം. 25 മുതൽ, പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. സ്തോത്രം. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും, നീയോ അനന്യനാകുന്നു. കർത്താവേ, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം അനന്യനാണ്. ഞാൻ നിലവിളിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഉത്തരം പറയുവാൻ കഴിഞ്ഞ നാളുകളിൽ മാത്രമല്ല, അവൻ ഇന്നും മതിയായവനാണ്, നാളെയും അവൻ എനിക്ക് വേണ്ടി വർദ്ധിക്കുന്നവനാണെന്നുള്ള ധൈര്യം. ഹല്ലേലൂയ. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. എന്നിട്ട് അവസാനത്തെ വാക്യം പറയുകയാ, നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും. സ്തോത്രം,
സ്തോത്രം, സ്തോത്രം. തലമുറകൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. കർത്താവേ, എൻ്റെ തലമുറകൾ നിർഭയം വസിക്കട്ടെ. അതിന് ഞാൻ എന്തായി തീരണം? അവിടെ പറയുക, നിന്റെ ദാസന്മാരുടെ മക്കളെന്ന്. ഞാൻ അവിടുത്തെ ദാസനും ഞാൻ അവിടുത്തെ ദാസിയുമായി തീരണം. സകല മേഖലകളിലും, നമ്മൾ ഈ പറഞ്ഞ സമസ്ത മേഖലകളിലും നമ്മൾ ദൈവത്തിൻ്റെ ദാസനും ദാസിയുമായി തീരണം. സ്തോത്രം. അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും. അടുത്ത പ്രധാനപ്പെട്ട ഘടകമാ സ്തോത്രം. അവർ നിർഭയം വസിക്കും. നമ്മളും കുഞ്ഞുങ്ങളുടേതായിരിക്കുന്ന ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അവർ ഉന്നതരായിരിക്കണം, നിർഭയമായി വസിക്കണം. സാമ്പത്തികമായ ഭാരം അവർക്കുണ്ടാകരുത്. മറ്റൊരുവൻ്റെ മുമ്പിൽ കൈ നീട്ടരുത്. അവരുടെ കാലുകളിൽ നിൽക്കണം. അവർക്ക് വേണ്ട സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകണം എന്ന് ചിന്തിക്കുമ്പോൾ ഒരു നിർഭയത അതിനകത്തുണ്ട്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് സങ്കീർത്തനക്കാരൻ അടുത്ത ഘട്ടത്തിൽ പോയി പറയുകയാണ്, അവർ നിന്റെ സന്നിധിയിൽ നിലനിൽക്കുവാനായിട്ടിടയായിത്തീരണം. ഇതും നമ്മുടെ ഒരു കൺസേൺ ആയിരിക്കണം എപ്പോഴും. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറ ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നുണ്ടോ? അതോ അവർ നിർഭയരൊക്കെയാണ്, അവർക്ക് സമ്പത്തുണ്ട്, അവർക്ക് പഠിത്തമുണ്ട്, അവർക്ക് സകലവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളുമുണ്ട്, പക്ഷേ ദൈവസന്നിധിയിൽ നിലനിൽക്കാത്തൊരനുഭവത്തിന് ഞാനും നിങ്ങളും കാരണമായി തീരരുത്. സ്തോത്രം. ഞാനും നിങ്ങളും യഥാർത്ഥമായി ദൈവത്തിൻ്റെ ദാസന്മാരായി ദൈവത്താൽ പണിതുയർത്തപ്പെടുന്ന ഒരു പട്ടണമായി നിലനിൽക്കുമ്പോൾ അതിനകത്ത് സ്തോത്രം, അതിനകത്ത് സ്തോത്രം, നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കും. നിന്റെ മക്കൾ സ്തോത്രം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും നിനക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുന്നവരായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് നാം പട്ടണമായി പണിയപ്പെടുമ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. നമ്മൾ മുഖാന്തരം സാധുക്കൾ സ്തോത്ര അഗതികൾ അനുഗ്രഹിക്കപ്പെടണം. സ്തോത്രം. ദൈവം നമ്മെ പണിതെടുക്കും. ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.